ഏവർക്കും നമസ്കാരം. PSC സ്കോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. 60/2022 SSLC പ്രിലിംസ് പരീക്ഷയുടെ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ്. ആ പരീക്ഷയിലെ പൊതുവിജ്ഞാന മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വരുന്ന LDC, LGS പോലുള്ള പരീക്ഷകളിൽ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം: മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏത് എന്നുള്ളതാണ്. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭത്തിൻ്റെ പേരാണ് മലയാളം മിഷൻ. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാളം മിഷൻ. രണ്ടാമത്തെ ചോദ്യം: മീശ എന്ന നോവൽ രചിച്ചത് ആര്? ഉത്തരം എസ് ഹരീഷ്. മീശ എന്ന നോവൽ രചിച്ചത് എസ് ഹരീഷാണ്. 3. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? 4 ഓപ്ഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ടുള്ളത് മാത്രമാണ് വായിക്കുന്നത്. എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം. കെ ഫോൺ പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരിയായത് എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം എന്നുള്ളതാണ്. കെ ഫോൺ പദ്ധതിയുടെ ലക്ഷ്യം എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം. 4ാമത്തെ ചോദ്യം: ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം? ഉത്തരം 1951. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം 1951. 1951 ഏപ്രിൽ 1-നാണ് ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് ആരോഗ്യ സേതു. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു. COVID-19 ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം ചോദിച്ചാൽ ഉത്തരം തൃശ്ശൂർ. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ. 7ാമത് ചോദ്യം: അർജുന അവാർഡ് നേടിയ അങ്കിത റൈനയുടെ കായിക ഇനം ഏത്? ഉത്തരം ടെന്നീസ്. ഇത്തരം ചോദ്യങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിക്കുക. ഒരു കായിക താരത്തിൻ്റെ പേര് തന്നിട്ട് ഏത് മേഖലയിലാണ് അയാൾ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ വിവിധ കായിക മത്സരങ്ങളുടെ പേരുകൾ, കായിക ഇനങ്ങളുടെ പേര് ഓപ്ഷനായി കൊടുത്തിരിക്കും. അങ്കിത റൈനയുടെ കായിക ഇനം ടെന്നീസാണ്. അർജുന അവാർഡ് നേടിയ അങ്കിത റൈനയുടെ കായിക ഇനം ടെന്നീസ്. ഉത്തരം ടെന്നീസ്. അങ്കിത റൈനയുടെ കായിക ഇനം ടെന്നീസാണ്. 8ാമത്തെ ചോദ്യം: കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവിടെ ഓപ്ഷൻസ്: ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ശിശു പോഷകാഹാരം, വനിതാ ശാക്തീകരണം, വായ്പാ വിതരണം. ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ടായിരുന്നത് ചുവന്ന നിറത്തിൽ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ശരി ഉത്തരങ്ങൾ. എയും സിയുമാണ് അതിൻ്റെ ശരി. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവുമാണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവുമാണ് കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? കോഴിക്കോട്, തൃശ്ശൂർ, പത്തനംതിട്ട, കോട്ടയം. ശരി ഉത്തരം പത്തനംതിട്ടയാണ്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ലയാണ് പത്തനംതിട്ട. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല പത്തനംതിട്ട. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? എസ് സോമനാഥ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് എസ് സോമനാഥ്. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗത്തിന്റെ പേരാണ് ഡെക്കാൻ പീഠഭൂമി. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗത്തെ വിളിക്കുന്ന പേര് ഡെക്കാൻ പീഠഭൂമി എന്നാണ്. അടുത്തത്: താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. സൗരോർജ്ജം, ജൈവവാതകവും സൗരോർജ്ജവും, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. ഇതൊക്കെയാണ് അതിൻ്റെ ഓപ്ഷൻസ് പറയാം. സൗരോർജ്ജം, ജൈവവാതകവും സൗരോർജ്ജവും, കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും. 3 ഉത്തരവും ശരിയാണ്. താഴെ തന്നിട്ടുള്ളതിൽ ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഈ 3 പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ആണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതെല്ലാം? ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ. ഓപ്ഷൻസ്: ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ഈ 4 രാജ്യങ്ങളും ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. ഈ 4 രാജ്യങ്ങൾ ഉത്തരം ABCD 4 രാജ്യങ്ങൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. ചൈനയും, നേപ്പാളും, പാകിസ്ഥാനും, ഭൂട്ടാനും ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. 15ാമത്തെ ചോദ്യം: മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഹിമാചൽ പ്രദേശ്. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. മണികരൺ
ഹിമാചൽ പ്രദേശിലാണ്, ഒരു താപോർജ്ജ കേന്ദ്രമാണ്. മണികരൺ ഹിമാചൽ പ്രദേശിലാണ്. വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഇത്തരം സ്ഥാപനങ്ങൾ, ഇത്തരം കേന്ദ്രങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ പഠിക്കുക, മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മണികരൺ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. 16ാമത്തെ ചോദ്യം, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായിട്ടുള്ള സ്റ്റീൽ പ്ലാന്റാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ, 23 ഡിഗ്രി വടക്ക്. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ, 23 ഡിഗ്രി വടക്ക്. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH44 ആണ്. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാതയാണ് NH44. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH44. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നുപോകുന്ന പ്രധാന റെയിൽവേ ശൃംഖലയാണ് കൊങ്കൺ റെയിൽവേ. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നുപോകുന്ന പ്രധാന റെയിൽവേ ശൃംഖലയാണ് കൊങ്കൺ റെയിൽവേ. മുംബൈ മാംഗ്ലൂരിനെ ബന്ധിപ്പിക്കുന്നുണ്ട്, പശ്ചിമ തീരത്തുകൂടെയാണ് കടന്നു പോകുന്നത് കൊങ്കൺ റെയിൽവേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. നോക്കൂ, 1955 ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്നത്. പുതുതായി PSC പഠിത്തത്തിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ഭാഗമാണ് ഈ ഇയർ വിത്ത് ഡേറ്റ്, വർഷം, സംഭവങ്ങൾ ഒക്കെ പഠിക്കുക എന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്ന കുറേ വർഷങ്ങൾ ആദ്യം അങ്ങ് പഠിക്കുക എന്നതാണ്. 1955 അയിത്ത നിരോധന നിയമം നിലവിൽ വന്നത്. 1955 ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്നത്. തൊട്ടടുത്ത വർഷം 1956 കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. 1957 കേരളത്തിൽ ആദ്യ മന്ത്രിസഭ, EMS മുഖ്യമന്ത്രിയായിട്ടുള്ള ആദ്യത്തെ മന്ത്രിസഭ അധികാരമേറ്റെടുക്കുന്നത്. 1957 ഏപ്രിൽ 5 1958 എറണാകുളം ജില്ല രൂപം കൊണ്ടത്. 1958 ഏപ്രിൽ 1 എറണാകുളം ജില്ല രൂപം കൊണ്ടത്. 1959 ഈ EMS മന്ത്രിസഭയെ വിമോചന സമരത്തിലൂടെ പുറത്തായി. 1959 ജൂലൈ 31 EMS മന്ത്രിസഭ പുറത്തായി. ഇങ്ങനെ പരീക്ഷയ്ക്ക് നിരന്തരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ, തുടർച്ചയായിട്ടുള്ള വർഷങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. 55, 56, 57, 58, 59 നമ്മളിപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ തുടർച്ചയായി പറയുന്ന എല്ലാ വർഷങ്ങളിലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒത്തിരി പോയിന്റുകൾ ഉണ്ട്. ഇവിടെ പറഞ്ഞത് അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955 എന്നാണ്. ഇനി ഒരു വർഷം പിറകിലേക്ക് പോയാൽ 1954 ഭാരതരത്ന കൊടുത്തു തുടങ്ങിയത്. ഇന്ത്യയിൽ ഭാരതരത്ന പുരസ്കാരം നൽകി തുടങ്ങിയത് 1954 മുതലാണ്. ഈ 55 ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന പുരസ്കാരം കിട്ടിയത്. 1955 നെഹ്റുവിന് ഭാരതരത്ന പുരസ്കാരം കിട്ടിയത്. അപ്പോൾ നമ്മളിങ്ങനെ വർഷം പറയുകയാണെങ്കിൽ ഏത് വർഷത്തെപ്പറ്റി സംസാരിച്ചാലും നമുക്കതിനകത്ത് പഠിക്കാനുള്ള പോയിന്റുകൾ ഉണ്ടായിരിക്കും. പഠിക്കാനുള്ള എളുപ്പമുള്ള, അതായത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വർഷങ്ങളും സംഭവങ്ങളും മറ്റൊരു വീഡിയോയിൽ ചെയ്ത് ഉടൻ തന്നെ നിങ്ങളെ മുന്നിൽ എത്തിക്കാം. അടുത്ത ചോദ്യം, പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ വിളിക്കുന്ന പേരാണ് ഹേബിയസ് കോർപ്പസ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഒരു റിട്ട് ആണ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് റിട്ടാണ്. റിട്ട് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ട് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന വിവിധ ആശയങ്ങൾ മറ്റു പല രാജ്യങ്ങളിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ റിട്ട് എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് ബ്രിട്ടൻ, റിട്ട് ബ്രിട്ടൻ, റിട്ട് ബ്രിട്ടൻ, റിട്ട് ബ്രിട്ടൻ, റിട്ട് ബ്രിട്ടൻ. ഇങ്ങനെ 2-3 തവണ പറഞ്ഞാൽ മതി, അത് പഠിക്കാൻ പറ്റും. റിട്ട് എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഉത്തരം 6. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഉത്തരം 6. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം 42ാം ഭേദഗതി. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം 42ാം ഭേദഗതിയാണ്. 42ാം ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? 1947 ജൂലൈ 22. നമ്മുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക
ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 47 ജൂലൈ 22-നാണ്. ദേശീയ പതാകയുടെ ശില്പിയാണ് പിംഗലി വെങ്കയ്യ. സ്വദേശം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയാണ് പിംഗലി വെങ്കയ്യ. അദ്ദേഹത്തിൻ്റെ സ്വദേശം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ പതാക രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഈ തീയതി ഒരു കാരണവശാലും മറക്കരുത്. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഉത്തരം ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. വേറൊരു ചോദ്യം ചോദിക്കാം. പാകിസ്ഥാൻ്റെ ദേശീയ നദി ഏതാണ്? പാകിസ്ഥാൻ്റെ ദേശീയ നദി സിന്ധുവാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. പാകിസ്ഥാൻ്റെ ദേശീയ നദി സിന്ധുവാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലാണ് ഈ വന്ദേ മാതരം ഉള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ നോവലാണ് ആനന്ദമഠം. ഈ ആനന്ദമഠത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സന്യാസി കലാപങ്ങളാണ്. ആനന്ദമഠത്തിൻ്റെ പശ്ചാത്തലം ഇന്ത്യയിൽ നടന്ന സന്യാസി കലാപങ്ങളാണ്. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം 52 സെക്കൻഡ്. വളരെ ലളിതമായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയമാണ് 52 സെക്കൻഡ്. 52 സെക്കൻഡ് സമയമാണ്. അതിൻ്റെ കരോക്കെ വെർഷൻ ആണെന്നുണ്ടെങ്കിൽ 20 സെക്കൻഡാണ്. ദേശീയ ഗാനത്തിൻ്റെ കരോക്കെ വെർഷൻ ആലപിക്കാൻ എടുക്കുന്ന സമയം 20 സെക്കൻഡാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാനായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അടുത്ത ചോദ്യം. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. വിവരാവകാശ നിയമം നിലവിൽ വന്ന 2005-ലാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005-ആണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടന. അടുത്ത ചോദ്യം നോക്കണം. ചേരുംപടി ചേർത്ത് ഉത്തരവെഴുതുക എന്നുള്ളതാണ്. ബ്രഹ്മസമാജം അതിൻ്റെ നേരെ കിടക്കുന്ന ദയാനന്ദ സരസ്വതിയാണ്. അത് തെറ്റാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഏതാണ്ട് ഒരേ നിറങ്ങൾ ഇതിലവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രഹ്മസമാജം തന്നിരിക്കുന്ന ഓപ്ഷനിൽ ദയാനന്ദ സരസ്വതിയാണോ, ആത്മാറാം പാണ്ഡുരംഗാണോ, കേശവ ചന്ദ്രസെന്നാണോ, രാജാറാം മോഹൻ റോയ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയാണ്. ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയാണ്. 1828-ലാണ് ബ്രഹ്മസമാജം രൂപം കൊണ്ടത്. ആര്യസമാജം ആരാണ്? ആര്യസമാജം ദയാനന്ദ സരസ്വതിയാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജത്തിൻ്റെ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ്. ഇനി ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രഹ്മസമാജം എന്നും പറയും. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രഹ്മസമാജം, അതിൻ്റെ സ്ഥാപകൻ കേശവ ചന്ദ്ര സെൻ. ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ കേശവ ചന്ദ്ര സെൻ ആണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. 1942-ലാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. സാന്താൾ കലാപം നടന്ന വർഷം 1855 മുതൽ 56 വരെ. സാന്താൾ കലാപം നടന്നത് 1855 മുതൽ 56 വരെയാണ്. ഒരു പോയിന്റ് കൂടെ പറയണേ. തൊട്ട് മുൻപ് പറഞ്ഞ ചോദ്യത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം 1942-ലാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. ഈ സമര സമയത്താണ് ഗാന്ധിജി ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം പ്രവർത്തകർക്ക് ആഹ്വാനം ചെയ്തത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ക്വിറ്റ് ഇന്ത്യ സമര സമയത്താണ്. 1942 ഓഗസ്റ്റ് 9 എല്ലാ വർഷവും ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നു. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 8-നാണ് ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ഏത് ഓഗസ്റ്റ് 8? 1942 ഓഗസ്റ്റ് 8-ന് നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആഹ്വാനം ചെയ്തതാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞു സാന്താൾ കലാപം നടന്ന വർഷം 1855 മുതൽ 56 വരെ. നെക്സ്റ്റ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാളാണ്. 35-ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി സി ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് 1885
ഡിസംബർ 28 INC രൂപം കൊണ്ടത് 1885 ഡിസംബർ 28 എല്ലാ വർഷവും ഡിസംബർ 28 INC ദിനമായിട്ട് ആചരിക്കുന്നു. ഡിസംബർ 28 INC ദിനമാണ്. ഒത്തിരി ആൾക്കാർ INCയുടെ പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ മലയാളിയായിട്ട് ഒരാൾ മാത്രമേ ആ സ്ഥാനത്ത് എത്തിയിട്ടുള്ളൂ. അപ്പോൾ INCയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി C. ശങ്കരൻ നായരാണ്. പൂർണ്ണമായിട്ടുള്ള പേര് ചേറ്റൂർ ശങ്കരൻ നായർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകമാണ് ഗാന്ധിയും അരാജകത്വവും. ചേറ്റൂർ ശങ്കരൻ നായർ എഴുതിയ പുസ്തകമാണ് ഗാന്ധിയും അരാജകത്വവും. ഇത്രയും കാര്യങ്ങൾ മിനിമം ഓർത്തിരിക്കണം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന്? ഉത്തരം 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് സമരം പൊട്ടിപ്പുറപ്പെട്ടത്. മീററ്റ് ഉത്തർപ്രദേശിലാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് സമരം പൊട്ടിപ്പുറപ്പെട്ടത്. മീററ്റ് ഉത്തർപ്രദേശിലാണ്. എന്നാൽ സൂററ്റ് എന്ന് പറയുന്ന സ്ഥലം ഗുജറാത്തിലാണ്. സൂററ്റ് ഗുജറാത്തിലാണ്. ഡയമണ്ട് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സൂററ്റാണ്. സൂററ്റ് ഗുജറാത്തിലാണ്. മീററ്റ് ഉത്തർപ്രദേശിലാണ്. അലഹബാദ് ഉത്തർപ്രദേശിലാണ്. അഹമ്മദാബാദ് ഗുജറാത്തിലാണ്. അലഹബാദ് ഉത്തർപ്രദേശിലാണ്. അഹമ്മദാബാദ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ക്വിറ്റ് ഇന്ത്യ ദിനം നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ ദിനം അതെത്തി. ഓഗസ്റ്റ് 9 1942 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9 അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. കേരള ഗാന്ധി ആരാണ്? കേരള ഗാന്ധിയാണ് കെ കേളപ്പൻ. കേരള ഗാന്ധി കെ കേളപ്പൻ. ജർമ്മൻ ഗാന്ധി ജെറാൾഡ് ഫിഷ്. ജർമ്മൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ജെറാൾഡ് ഫിഷ്. ജർമ്മൻ ഗാന്ധി ജെറാൾഡ് ഫിഷ്. നെക്സ്റ്റ്, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ വിജയ്. 1961 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ വിജയ്. അപ്പോൾ ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ്. 1961 ഓർത്തു വെച്ചോളണം. അതായത് 1947 ബ്രിട്ടീഷർ ഇന്ത്യയിൽ നിന്ന് പോയത്. 1947 ബ്രിട്ടീഷർ ഇന്ത്യയിൽ നിന്ന് പോയത്. അതിനോട് 7 കൂട്ടുമ്പോൾ 54 ആവും. 1954 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ നിന്ന് പോയി. 1954 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ നിന്ന് പോയി. വീണ്ടും 7 കൂട്ടു, അപ്പോൾ 1961 61 ആയപ്പോൾ പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ നിന്ന് ഓടിച്ചു വിട്ടു. നെക്സ്റ്റ്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ. ഉത്തരം ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനാണ് ഫസൽ അലി. ഭാഷാടിസ്ഥാനത്തിലാണ് സംസ്ഥാന പുനഃസംഘടന നടത്തിയത്. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം മംഗളവനം. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം മംഗളവനം എറണാകുളം ജില്ലയിലാണ്. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം മംഗളവനം. നെക്സ്റ്റ്, സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. സൈലന്റ് വാലിയിലാണ് സിംഹവാലൻ കുരങ്ങുകളുള്ളത്. സിംഹവാലൻ കുരങ്ങളെ സൈലന്റ് വാലിയിൽ കാണുന്നത് എന്തുകൊണ്ട് എന്ന് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് മുൻപ്. എന്തുകൊണ്ടാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകളുള്ളത്? അവിടെ വെടിപ്ലാവുകൾ ഉള്ളത് കൊണ്ടാണ്. അതാണ് ഉത്തരം. വെടിപ്ലാവുകൾ ഉള്ളത് കൊണ്ട് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങളുണ്ട്. സൈലന്റ് വാലി നാഷണൽ പാർക്കായത് 1984 സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലി മണ്ണാർക്കാട് താലൂക്കിലാണ്. അപ്പോൾ സിംഹവാലൻ കുരങ്ങളുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. 4 ഓപ്ഷനും ഞാൻ കൊടുത്തിട്ടുണ്ട്. വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ, പെരിയാർ. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. ശുദ്ധ ജല തടാകം ഷു, ശാസ്താംകോട്ടയുടെ ഷാ, ഷു ഷാ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ പഠിക്കാൻ പറ്റും. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ, ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് ഏത്? വേമ്പനാട്ട് കായൽ. ഈ വേമ്പനാട്ട് കായലും ശാസ്താംകോട്ട കായലും എന്നാണ് ഈ മാറിപ്പോകുന്നുള്ളവർക്ക് ചിലപ്പോൾ മാറാൻ സാധ്യത. ശുദ്ധജല തടാകം ചോദിച്ചാൽ ശാസ്താംകോട്ട, ശുദ്ധജലത്തിൻ്റെ ഷൂ, ശാസ്താംകോട്ടയുടെ ഷാ. വലിയ കായൽ ചോദിച്ചാൽ വേമ്പനാട്ട്, വലിയ എന്നുള്ളതിൻ്റെ വാ, വേമ്പനാടിൻ്റെ വേ, വാവേ എന്ന് വിചാരിച്ചാൽ പോലും പഠിക്കാൻ പറ്റും. വലിയ കായൽ വേമ്പനാട്ട് കായൽ, ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. വളരെ എളുപ്പമുള്ള ചോദ്യം. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ. അതിനേക്കാൾ എളുപ്പമുള്ള ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ചോദിച്ചാലും ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിൽ വനം കുറവുള്ള ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ റിസർവ് വനമുണ്ട്. ആലപ്പുഴയിലെ വിയ്യപുരം എന്ന സ്ഥലത്താണ് റിസർവ് വനം ഉള്ളത്. അപ്പോൾ ചെറിയ ജില്ല ആലപ്പുഴ, വനം കുറവുള്ള ജില്ല ആലപ്പുഴ, മത്സ്യബന്ധനം കൂടുതലുള്ള ജില്ല ആലപ്പുഴ.
കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷനാണ് മറയൂർ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല എറണാകുളം. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. നോക്കൂ, കേരളത്തിലാകെ 44 നദികളാണുള്ളത്. കേരളത്തിലാകെയുള്ള നദികൾ 44 നദികളാണ്. കേരളത്തിൽ ഒരു നദി എന്ന് പേര് അതിന് വരണമെങ്കിൽ മിനിമം 15 കിലോമീറ്റർ ദൂരം അതിനുണ്ടായിരിക്കണം. കേരളത്തിൽ നദിയെന്ന് വിളിക്കണമെങ്കിൽ അതിന് മിനിമം 15 കിലോമീറ്റർ ദൈർഘ്യം ഉണ്ടായിരിക്കണം. ആകെ 44 നദികളുണ്ട്. അതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. പെരിയാറിൻ്റെ നീളം 244. ശ്രദ്ധിച്ചിരിക്കുക. നീളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്ററാണ്. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. മൂന്നാം സ്ഥാനത്തുള്ളത് പമ്പ. പമ്പയുടെ നീളം 176 കിലോമീറ്ററാണ് പമ്പയുടെ നീളം. 176 കിലോമീറ്റർ. നാലാം സ്ഥാനത്തുള്ളത് ചാലിയാർ. അതിൻ്റെ ദൈർഘ്യം 169 കിലോമീറ്ററാണ്. അപ്പോൾ 1 പെരിയാർ 244, 2 ഭാരതപ്പുഴ 209, 3 പമ്പ 176, 4 ചാലിയാർ 169. ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. അതിൻ്റെ നീളം 16 കിലോമീറ്ററാണ്. ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ. അതിൻ്റെ നീളം 16 കിലോമീറ്റർ. ആകെ 44 നദികളുണ്ട്. 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു, 41 നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നു. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കബനി വയനാട് ജില്ലയിലൂടെ ഒഴുകുന്നു, ഭവാനി പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നു, പാമ്പാർ ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്നു. കബനി വയനാട്, ഭവാനി പാലക്കാട്, പാമ്പാർ ഇടുക്കി. ഇങ്ങനെയാണ് ഈ 3 നദികളുടെ ഒഴുക്ക്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ളത് വയനാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം, കുറവ് ജനസംഖ്യ വയനാട്. ജനസാന്ദ്രത കൂടുതൽ തിരുവനന്തപുരം, ജനസാന്ദ്രത കുറവ് ഇടുക്കി. സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് സ്പ്ലാഷ്. സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പ്ലാഷ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകനാണ് വക്ക അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത്. താഴെ പറയുന്നവയിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കയ്യൂർ ലഹള, മലബാർ കലാപം, ഉപ്പ് സത്യാഗ്രഹം, വേലുത്തമ്പി കലാപം. ഈ സ്വാതന്ത്ര്യ സമരവുമായി ഉൾപ്പെടാത്തത് വേലുത്തമ്പി കലാപമാണ് കേട്ടോ. കയ്യൂർ സമരവും മലബാർ കലാപവും ഉപ്പ് സത്യാഗ്രഹവും എല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കേരളത്തിലുണ്ടായ പ്രക്ഷോഭങ്ങളാണ്. വേലുത്തമ്പി കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടാത്തതാണ്. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയതാരാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികളാണ്. ആദിഭാഷ എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. ആദിഭാഷ ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. ക്രിസ്തുമത ഛേദനം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. ഓക്കെ. 54. പൂക്കോട്ടൂർ സമരം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ്. പൂക്കോട്ടൂർ സമരം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മലബാർ കലാപം എന്ന പേരിലൊരു പുസ്തകമുണ്ട്. ആരാ എഴുതിയത്? മലബാർ കലാപം എഴുതിയത് കെ മാധവൻ നായരാണ്. മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് കെ മാധവൻ നായർ. പൂക്കോട്ടൂർ സമരം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ കലാപം നടന്ന വർഷം 1921. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽപ്പെടാത്തത് ഏത്? ദൈവദശകം, ദർശനമാല, ശിവശതകം, നിജാനന്ദ വിലാസം. ഗ്രൂപ്പിൽപ്പെടാത്തത് നിജാനന്ദ വിലാസമാണ്. ബാക്കി 3 എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകങ്ങളാണ് ദൈവദശകം, ദർശനമാല, ശിവശതകം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? ഉത്തരം പയ്യന്നൂർ. കണ്ണൂർ ജില്ലയിലാണ്. 1930 ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ നടന്നത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ നേതാവാണ് കെ കേളപ്പൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം പയ്യന്നൂരാണ്. പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതാവ് കെ കേളപ്പനായിരുന്നു. കെ കേളപ്പനെ കേരള ഗാന്ധി എന്ന് വിളിക്കുന്നു. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ്? തൃശ്ശൂരിലാണ്. 1936. അതായത് വൈദ്യുതി സമരം നടന്നത് തൃശ്ശൂരിലാണ്. 1936. നെക്സ്റ്റ്, സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാര്? അയ്യങ്കാളി.
സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. 1907 സാധുജന പരിപാലന യോഗം അയ്യങ്കാളി 1907. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഒരു പുസ്തകം ഇപ്പോൾ പഠിക്കാം. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഒത്തിരി പുസ്തകങ്ങളുണ്ട്, അത് വേറൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. എളുപ്പമുള്ള ഒരെണ്ണം പറഞ്ഞുതരാം. കാട്ടിലെ ചേട്ടൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാട്ടിലെ ചേട്ടൻ എന്ന പുസ്തകം എഴുതിയത് പണ്ഡിറ്റ് കറുപ്പനാണ്. കാട്ടിലെ ചേട്ടൻ എന്ന പുസ്തകം എഴുതിയത് പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിക്കുന്നത് കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൺ എന്നാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം. ഉത്തരം സവർണ ജാഥ. വർഷം 1924. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന സംഭവമാണ് സവർണ ജാഥ. സവർണ ജാഥ നടന്നത് 1924. മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന സംഭവങ്ങളിലൊന്നാണ് സവർണ ജാഥ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? വൃക്കകൾ, ത്വക്ക്, കരൾ, ശ്വാസകോശം. ഉത്തരം വൃക്കകൾ. മനുഷ്യനിലെ പ്രധാന വിസർജന അവയവമാണ് വൃക്കകൾ. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെല്ലാം? എയും സിയുമാണ് ശരി. അതായത് ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു, ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരിയായിട്ടുള്ളത് ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു, ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ജീവകം ഡി. ഏത് രോഗത്തിൻ്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ജീവകം ഡി ആണ് ഉത്തരം. സൂര്യപ്രകാശത്തിൽ നിന്നാണ് ജീവകം ഡി ലഭിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നിപ്പയും എയ്ഡ്സും. വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ തന്നിരിക്കുന്നവയിൽ നിപ്പയും എയ്ഡ്സുമാണ്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ആർദ്രം. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് നൈട്രജൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകമല്ലാത്തത് നൈട്രജനാണ്. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത്? റോഡുകളുടെ നിർമ്മാണം, ഇന്ധനത്തിൻ്റെ വർദ്ധിച്ച ആവശ്യകത, വ്യാവസായിക വളർച്ച, സസ്യപരിപാലനം. വനനശീകരണത്തിന് കാരണമാകാത്തത് സസ്യപരിപാലനമാണ്. ബാക്കിയെല്ലാം വനനശീകരണത്തിന് കാരണമാണ്. വനനശീകരണത്തിന് കാരണമാകാത്തത് സസ്യപരിപാലനം. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നമാണ് പെട്രോൾ. ബാക്കി പശയും പ്ലൈവുഡും മെഴുകുമൊക്കെ വനത്തിൽ നിന്ന് കിട്ടും. വനത്തിൽ നിന്ന് ലഭിക്കാത്ത പെട്രോൾ. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനമാണ് പ്രിയങ്ക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡാണ്. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. താഴെ തന്നിരിക്കുന്ന തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തതാണ് തെറ്റായിട്ടുള്ളത്. സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് പ്ലവന പ്രക്രിയ. കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ 4. ആണ്. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം 1. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? 4 ഇരട്ടിയാകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജ്ജം 4 ഇരട്ടിയായിട്ട് മാറും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തെ വിളിക്കുന്ന പേരാണ് ഭാരം. അടുത്ത ചോദ്യം, സോളാർ സെൽ നിർമ്മിക്കുന്നത് എന്തുകൊണ്ട്? സിലിക്കൺ കൊണ്ടാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയ നിറം ഓറഞ്ച്, നീല, പച്ച, വയലറ്റ്. ഉത്തരം ഓറഞ്ച്. താഴെ കൊടുത്തിരിക്കുന്ന തരംഗദൈർഘ്യം കൂടിയ നിറം ഓറഞ്ച്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റാണ് കെൽവിൻ. 60/2022 SLC പ്രിലിംസ് പരീക്ഷയുടെ പൊതുവിജ്ഞാന മേഖലയിലുള്ള 80 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചത്. കൂടുതൽ മുൻകാല ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളുമായി മറ്റു ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കേൾക്കാം.
താങ്ക് യു.